ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയെ തുടർന്ന് ക്രൂഡ് ഓയിൽ കയറ്റുമതി പൂർണ്ണമായും നിലച്ച സാഹചര്യത്തിൽ ബദൽ പൈപ്പ് ലൈൻ പദ്ധതിക്കായി ചർച്ചകൾ ഊർജിതമാക്കി കുവൈറ്റ്. ഹോർമൂസ് ഒഴിവാക്കി എണ്ണ പുറത്തെത്തിക്കാൻ സൗദി അറേബ്യ, UAE അടക്കമുള്ള അറബ് രാജ്യങ്ങളുമായി സഹകരിച്ചുള്ള പുതിയ മാർഗങ്ങളാണ് രാജ്യം പരിഗണിക്കുന്നത്. സൗദി വഴി ചെങ്കടലിലേക്കോ ഒമാനിലേക്കോ പൈപ്പ് ലൈൻ ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ UAEയിലെ ഫുജൈറ തുറമുഖം പ്രയോജനപ്പെടുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കുവൈറ്റ് എണ്ണമന്ത്രി താരിഖ് അൽ റൂമി മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിലവിൽ കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നതിനാൽ എണ്ണ കയറ്റുമതി പൂജ്യത്തിലേക്ക് കൂപ്പുകുത്തിയെന്നും സമീപകാല ആക്രമണങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ച സംഭരണ ടാങ്കുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും വേണമെന്നും മന്ത്രി വ്യക്തമാക്കി. സൗദിയുമായും UAEയുമായും ചർച്ച നടത്തി ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടപ്പിലാക്കാവുന്ന പ്രായോഗിക പദ്ധതി തിരഞ്ഞെടുക്കാനാണ് കുവൈറ്റിന്റെ തീരുമാനം. സന്ദർശക വിസകൾ താമസാനുമതിയാക്കി, അതായത് റെസിഡൻസി വിസയാക്കി മാറ്റുന്ന കാര്യത്തിൽ പ്രവാസികൾക്ക് പൊതുവായ ഇളവുകളിൽ നിന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. എല്ലാ സന്ദർശന വിസക്കാരും റെസിഡൻസി മാറ്റത്തിന് അർഹരല്ലെന്നും കർശന നിബന്ധനകൾ പാലിക്കുന്ന നിശ്ചിത വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇതിനുള്ള അനുമതിയെന്നും അധികൃതർ അറിയിച്ചു. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി കുവൈറ്റിലെത്തുന്ന ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും സാങ്കേതിക വൈദഗ്ധ്യവുമുള്ള വിദഗ്ധർ, ഗാർഹിക തൊഴിലാളികൾ എന്നിവർക്കാണ് പ്രധാനമായും വിസ മാറ്റത്തിന് ഇളവുകളുള്ളത്. കൂടാതെ തൊഴിൽ വിസയിലെത്തി താമസരേഖ നടപടികൾക്കിടെ അടിയന്തര സാഹചര്യങ്ങളാൽ മടങ്ങേണ്ടി വരികയും 1 മാസത്തിനകം ബിസിനസ് സന്ദർശക വിസയിൽ തിരിച്ചെത്തുകയും ചെയ്തവർക്കും അനുമതി ലഭിക്കും. എന്നാൽ കുടുംബ സന്ദർശന വിസയിൽ എത്തുന്നവരെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ വിസയിലേക്ക് നേരിട്ട് മാറ്റാൻ സാധിക്കില്ല. വിസ മാറ്റവുമായി ബന്ധപ്പെട്ട ഓരോ അപേക്ഷയിലും റെസിഡൻസി അഫയേഴ്സ് ജനറൽ ഡയറക്ടറേറ്റും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. സൗദി അറേബ്യയിൽ ജിൻസങ് അടങ്ങിയ ചില പ്രമുഖ കോഫി, ഡാർക്ക് ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾക്ക് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി കർശന നിരോധനം ഏർപ്പെടുത്തി. നിരോധിത രാസവസ്തുവായ നോട്ടഡ ലാഫിൽ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് പാഴ്സ കോഫി, ബിൻഡാൻ സ്കൈ കോഫി, പാഴ്സ ചോക്കോ ഡാർക്ക് ചോക്ലേറ്റ് എന്നിവയുടെ 100 ഗ്രാം പാക്കറ്റ് അടങ്ങുന്ന എല്ലാ ബാച്ചുകളും വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇവ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് രക്തസമ്മർദ്ദം കുറയാനും ഹൃദയാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെച്ചേക്കാം. പ്രത്യേകിച്ച് വിട്ടുമാറാത്ത രോഗമുള്ളവരിൽ ഇത് കൂടുതൽ അപകടകരമാണ്. കൈവശമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉടൻ നശിപ്പിച്ചു കളയാൻ ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകിയ അധികൃതർ നിരോധനം ലംഘിക്കുന്ന ഇറക്കുമതിക്കാർക്കും വിതരണക്കാർക്കുമെതിരെ 1 കോടി റിയാൽ വരെ പിഴയും 10 വർഷം വരെ തടവും ഉൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. UAEയിൽ ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആവശ്യങ്ങൾക്കായി സ്വന്തം വ്യക്തിഗത മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നവർക്ക് കനത്ത മുന്നറിയിപ്പുമായി ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി രംഗത്ത്. നിയമവിരുദ്ധമായ ടെലിമാർക്കറ്റിംഗ് കോളുകൾ തടയുന്നതിന്റെ ഭാഗമായി അധികൃതർ ഇതിനോടകം 1.9 കോടിയിലധികം ദിർഹം പിഴ ചുമത്തുകയും 9000-ലധികം ഫോൺ കണക്ഷനുകൾ വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ നിയമങ്ങൾ അനുസരിച്ച് സെയിൽസ് അല്ലെങ്കിൽ പ്രൊമോഷണൽ കോളുകൾക്കായി വ്യക്തിഗത നമ്പർ ഉപയോഗിച്ചാൽ ആദ്യഘട്ടത്തിൽ 5000 ദിർഹം പിഴ ലഭിക്കും. തുക അടയ്ക്കുന്നതുവരെ വ്യക്തിയുടെ പേരിലുള്ള മുഴുവൻ കണക്ഷൻ സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. കുറ്റം ആവർത്തിച്ചാൽ പിഴത്തുക 50,000 ദിർഹം വരെ ഉയർന്നേക്കാം. കൂടാതെ 12 മാസത്തേക്ക് രാജ്യത്ത് ടെലികോം സേവനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കും നേരിടേണ്ടി വരും. അംഗീകൃത മാർക്കറ്റിംഗ് സ്ഥാപനങ്ങൾക്കും കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. രാവിലെ 9 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിൽ മാത്രമേ ഉപഭോക്താക്കളെ വിളിക്കാൻ അനുമതിയുള്ളൂ. താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ ഉപഭോക്താവിനെ വീണ്ടും വിളിക്കാനോ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നിർബന്ധിക്കാനോ പാടില്ല. ഇത്തരം അനാവശ്യ മാർക്കറ്റിംഗ് കോളുകൾ വരുന്നത് പൂർണ്ണമായി ഒഴിവാക്കാൻ ഉപഭോക്താക്കൾക്ക് 2211 എന്ന നമ്പറിലേക്ക് DNCR എന്ന് SMS അയച്ച് ഡു നോട്ട് കോൾ രജിസ്റ്ററിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കഠിനമായ വേനൽ ചൂടിനിടയിലും UAEയിൽ ഇൻഫ്ലുവൻസ ഉൾപ്പെടെയുള്ള വൈറൽ പനി കേസുകൾ പടരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ മഴക്കാല അവധി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന യാത്രക്കാരിലൂടെയാണ് ശ്വാസകോശ വൈറസുകൾ പ്രധാനമായും വ്യാപിക്കുന്നത്. വിമാനയാത്ര, തിരക്കേറിയ അന്തരീക്ഷം, പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം എന്നിവ വൈറസ് വ്യാപനത്തിന് അനുയോജ്യമായ സാഹചര്യമൊരുക്കുന്നു. പനി, ചുമ, തൊണ്ടവേദന, ശരീരവേദന, കഠിനമായ ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ നിസ്സാരമായി കാണരുതെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, വിട്ടുമാറാത്ത രോഗം എന്നിവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. രോഗബാധ തടയാൻ വാർഷിക ഫ്ലൂ വാക്സിൻ സ്വീകരിക്കുന്നത് ഏറെ ഫലപ്രദമാണ്. UAEയിലെ സർക്കാർ, സ്വകാര്യ ആശുപത്രികളിലും പ്രമുഖ ഫാർമസികളിലും വാക്സിൻ ലഭ്യമാണ്. മുൻഗണനാ വിഭാഗങ്ങൾക്ക് സർക്കാർ കേന്ദ്രങ്ങൾ വഴി സൗജന്യ വാക്സിനേഷൻ സൗകര്യവുമുണ്ട്. അവധി കഴിഞ്ഞ് തിരിച്ചെത്തുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കാനും കൈകൾ ഇടയ്ക്കിടെ ശുചീകരിക്കാനും ആവശ്യമായ സാഹചര്യങ്ങളിൽ മാസ്ക് ഉപയോഗിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്.
ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ സ്യൂട്ട് കേസിന്റെ റബ്ബർ ഫ്രെയിമിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 460 ഗ്രാം അസംസ്കൃത സ്വർണം ദുബായ് കസ്റ്റംസ് പിടികൂടി. 24 ക്യാരറ്റ് സ്വർണം ഉരുക്കി നേർത്ത കമ്പികളുടെ രൂപത്തിലാക്കി സ്യൂട്ട് കേസിന്റെ ആന്തരിക ഘടനയിൽ സമർത്ഥമായി ഘടിപ്പിച്ച നിലയിലായിരുന്നു. എക്സ്റേ സ്കാനിംഗിൽ അസാധാരണമായ സൂചനകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ വിശദമായ പരിശോധനയിലാണ് അതീവ സങ്കീർണമായ ഈ കള്ളക്കടത്ത് ശ്രമം പൊളിഞ്ഞത്. നാട്ടിൽ നിന്ന് മറ്റൊരാൾ കൊടുത്തയച്ച സ്യൂട്ട് കേസാണിതെന്നും ഉള്ളിൽ സ്വർണം ഉണ്ടായിരുന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് പിടിയിലായ ഏഷ്യൻ സ്വദേശിനിയായ യാത്രക്കാരി നൽകിയ മൊഴി. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികളും മറ്റു യാത്രക്കാരും സൗഹൃദ പൊതികൾ സ്വീകരിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുബായ് കസ്റ്റംസ് മുന്നറിയിപ്പ് നൽകി. എത്ര അടുപ്പമുള്ളവരാണെങ്കിലും മറ്റുള്ളവരുടെ ബാഗുകളോ പൊതികളോ ചുമക്കരുതെന്നും ലഗേജിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും പൂർണ്ണ നിയമപരമായ ഉത്തരവാദിത്തം യാത്രക്കാരനു മാത്രമാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് UAE പൊതു അവധി പ്രഖ്യാപിച്ചു. വരുന്ന ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ചയാണ് ഔദ്യോഗിക അവധി ദിനം. രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമായിരിക്കുമെന്ന് UAE ഗവൺമെന്റ് മീഡിയ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണ വാരാന്ത്യ അവധികളായ ശനി ഞായർ ദിവസങ്ങൾ കൂടി ചേരുമ്പോൾ UAE ജീവനക്കാർക്കും പ്രവാസികൾക്കും 3 ദിവസത്തെ നീണ്ട വാരാന്ത്യ ഒഴിവുകാലം ആസ്വദിക്കാൻ സാധിക്കും. അതേസമയം സ്വകാര്യ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ജീവനക്കാർക്ക് അവധി ഉറപ്പാണെങ്കിലും ചെറിയ കടകളിലും മറ്റും ജോലി ചെയ്യുന്ന ചിലർക്ക് ഈ ആനുകൂല്യം പൂർണ്ണമായി ലഭിച്ചേക്കില്ല. UAEക്ക് പുറമെ ഒമാനിലും നബിദിനത്തോടനുബന്ധിച്ച് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒമാനിൽ ഓഗസ്റ്റ് 27 വ്യാഴാഴ്ചയാണ് അവധി. അതും വാരാന്ത്യ അവധിയോട് ചേർന്ന് വരുന്നതിനാൽ അവിടുത്തെ ജീവനക്കാർക്ക് 3 ദിവസത്തെ തുടർച്ചയായ അവധി ലഭിക്കും. മറ്റ് GCC രാജ്യങ്ങളും വരും ദിവസങ്ങളിൽ ഔദ്യോഗിക അവധി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇസ്ലാമിക കലണ്ടറിലെ 3ാമത്തെ മാസമായ റബി ഉൽ അവൽ 12ാം തീയതിയാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ പ്രവാചക ജന്മദിനമായ മൗലിദ് അൽ നബിയായി ആചരിക്കുന്നത്. പ്രവാചകന്റെ ജീവിത ദർശനങ്ങളെ അനുസ്മരിക്കുന്ന ഈ വിശേഷ ദിവസം പള്ളികളിലും വീടുകളിലുമായി പ്രത്യേക പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണം, മതപ്രഭാഷണങ്ങൾ എന്നിവയോടെയാണ് വിശ്വാസികൾ ആഘോഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.